സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ വിവിധ ദേശങ്ങൾ, വിവിധ ഭവനങ്ങളായിരുന്നു കൊണ്ട് പിതാവിനെ വിളിച്ചുകൊണ്ട് പുത്രത്തിന്റെ അവകാശത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ കൂട്ടിവരുത്തിയ കർത്താവിന് സകല മാനമഹത്വവും അർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ യോഗ്യതയോ ഒന്നുമല്ല. നാം ഉണർന്നെഴുന്നേറ്റത് കർത്താവിന്റെ കൃപ, ദയ, കരുണ, വിശ്വസ്തത വലുതാക്കുകൊണ്ട് അമേൻ. താണും വീണും തകർന്നു പോകേണ്ട സ്ഥാനങ്ങളിൽ അമേൻ കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തി. അമേ ആയുസ്സോടും ആരോഗ്യത്തോടും കർത്താവിന്റെ ഹല്ലേലൂയ ചിറകളിൽ നമ്മെ മറച്ചു. കണ്ണിനെ കണ്ണിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെയും മരണത്തിൽ നിന്നും വിടുവിച്ചു. അത്ഭുതവും അതിശയവുമായി എന്റെ കർത്താവ് നമ്മെ ഹല്ലേലൂയ പ്രഭാതം കണ്ട് ഉണരുവാൻ തക്കോണം നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദിയുള്ളവരായ നിമിഷം എന്റെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ഹല്ലേലൂയ കൈവർത്തി സ്തോത്രം ചെയ്ത് പ്രാഗൽഭ്യത്തോടെ നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പറ്റും. സ്തോത്രം സ്തോത്രം. നമ്മളെക്കാൾ യോഗ്യതയുള്ളവർ, നമ്മളെക്കാൾ കഴിവുള്ളവർ, നമ്മളെക്കാൾ മിടുക്കര്, നമ്മളെക്കാൾ ആയുസ് പുഷ്ടിയുള്ളവർ, മീൻസ് ആരോഗ്യത്താൽ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ സ്തോത്രം ലോകത്തുനിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്ത് നമ്മെ ഓർക്കുവാൻ, നമ്മെ കരുതുവാൻ സ്തോത്രം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവയെ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നോട്ടം നമ്മിൽ നിന്ന് മാറ്റാത്തത് കൊണ്ട്, കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ നിറഞ്ഞത് കൊണ്ട് നാം ഇന്ന് ഹല്ലേലൂയ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഈ ദുഷ്ടലോകത്തിൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ നമുക്ക് തന്നു. എന്റെ കർത്താവ് നമ്മെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. ലാഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ, യഹോവയുടെ ദയ രാവിലെ തോറും പുതിയതും, അവിടുത്തെ കരുണ തീർന്നു പോകാത്തതും, അവിടുത്തെ ഹല്ലേലൂയ കരുണയും ദയയും വിശ്വസ്തതയാണ് നാം ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എലിമ പ്രവാചകൻ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നു, യഹോവയിൽ ആശ്രയിക്കും, യഹോവത്തിന് ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയാം, കർത്താവേ ഞാൻ ഭാഗ്യമുള്ളതാണ്. ഈ കൃപായുഗത്തിൽ ഈ കൃപയുടെ ആഴങ്ങളിലേക്ക് വരുവാൻ, ഈ കൃപയിൽ വീഴുവാൻ തക്കൊണ്ട് എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ആ ഭാഗ്യ പദവിക്ക് നന്ദിയോടെ യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനമാണ് ഭാഗ്യമുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്തോത്രം ഹല്ലേലൂയ നന്ദിയോടെ എന്റെ കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അമീൻ. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ വിശുദ്ധദാസി അലൽബീന അജയ് സിസ്റ്റർ അവറുകൾ ഈ മീഡിയയിലൂടെ കർത്താവിനെ ദൂരത്തും ചാരത്തുമായിരുന്നു കൊണ്ട് സ്തോത്രം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് മുൻപായി പ്രാർത്ഥിച്ച കർത്തദാസി സ്തോത്രം എല്ലാ ശുശ്രൂഷകളും പ്രഭാതം നിമിഷം വരെ ചെയ്യുവാൻ പരിശുദ്ധാത്മ നമ്മിൽ നിറഞ്ഞ ദൈവകൃപ ഓർത്ത് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അല്പനിമിഷം കർത്താവിന്റെ സ്നേഹം നമ്മെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നാം എവിടെയായിരുന്നാലും നമ്മുടെ ഹൃദയങ്ങളുടെ ഉൾപ്പൂക്കളെ ആരാഞ്ഞറിയുന്ന ഒരു കർത്താവ്, നമ്മെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യ ഉലാവുന്നുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം വിളിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിലായിരിക്കാൻ തക്കോളം നാം ഒരുക്കമാണെങ്കിൽ സ്തോത്രം ദൈവത്തിന് ഹല്ലേലൂയ പ്രസാദം നമ്മൾ നിറയും, ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 50-ന്റെ 7-ാം വാക്യം, യഹോവയെ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കി തീർക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അമേൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. അടിയനെ അപ്പന്റെ പാദപീഠങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല, ദൈവകൃപയാൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആത്മനിറവിൽ തന്നെ കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാനുള്ള ദൈവകൃപ അടിയന്റെ മേലങ്ങ് പകരണമേ. അടിയനെ താഴ്ത്തുന്നു കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മ തന്നെ ഗൈഡ് ചെയ്യണം. ആദ്യോടന്തം ദൈവകൃപ കൂടെ ഇരിക്കണമേ. കർത്താദാസിയെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, കർത്താവെ കൂടി വന്ന് ജനത്തെ ഏൽപ്പിക്കുന്നു. ഒരുപോലെ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യ പകരുമാറാകണം. അവിടുന്ന് തന്നെ ഞങ്ങളുടെ നാവോട് കൂടെ ഇരിക്കണം, അവിടുന്ന് തന്നെ സംസാരിക്കണം. തന്റെ ജനത്തിന് വേണ്ടതായ ഹല്ലേലൂയ അന്വേഷിപ്പാൻ തക്കവണ്ണം സ്വർഗമേ ഹല്ലേലൂയ കൊണ്ട് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ ഒന്നേക്ക് സ്ഥിരമാകപ്പെട്ട തിരുവചനമാണല്ലോ. തേനേക്കാൾ തേൻകെട്ട്
കിരീടത്തെക്കാൾ മാറ്റുമേറിയതാണല്ലോ കർത്താവേ. വള്ളിക്ക് മുള്ളിക്ക് മാറ്റമില്ലാതെ അത് ഞങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ അതനുസരിപ്പാൻ തക്കണം ഒരുക്കമുള്ള ഒരു ഹൃദയം ഞങ്ങളുടെ മേലങ്ങ് പകരണം. ഒരുപോലെ തന്നെ ജനത്തെ അടിയനെ അനുഗ്രഹിക്കണം. തിരുനാമ മഹത്വമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ എന്റെ കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 7-ാം വാക്യമാണ്. യഹോവയെ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ ദിവസത്തിൽ പറയാൻ പറ്റും, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. നാം കടന്നു വന്ന പ്രതിസന്ധികൾ, നാം ആയിരിക്കുന്ന പ്രതികൂലത്തിൽ, നാം ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളുടെ മേല് മനം കലങ്ങി നാളുകളായി ഭാരപ്പെട്ട് ചില വിഷയങ്ങൾ മേല് മറുപടി ലഭിക്കാതെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിന് ദൃഢനിശ്ചയമുണ്ട്. എന്നാൽ എന്റെ കർത്താവ് അവനെ വിടുവിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ ദയ അവനെ ചുറ്റിക്കൊള്ളും. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ ദയ നിന്നെ കർത്താവിന്റെ ദയ നമ്മെ താങ്ങും. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. പർവ്വതങ്ങൾ മാറിപ്പോകട്ടെ, കുന്നുകൾ നീങ്ങിപ്പോകട്ടെ, പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നാം നീങ്ങുമ്പോഴും ഹല്ലേലൂയ, മീറ്റിംഗിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിപ്പിക്കട്ടെ. കർത്താവിന്റെ ദയ നമ്മെ ചുറ്റുന്നു, കർത്താവ് നമ്മെ പരിപാലിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകൂടി എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മെ ഹല്ലേലൂയ സഹായിപ്പാൻ തക്കണം. വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, കാള തന്റെ ഉടയവന്റെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്നാൽ എന്റെ ജനം എന്നെ അറിയുന്നില്ല. നാളുകളായി സ്തോത്രം ദൈവത്തിൽ അകന്നുപോയ ഒരു ജനത്തെ അവിടെ കാണുവാൻ കഴിയും. അമ്മീന ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. ഹല്ലേലൂയ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. തന്റെ സൃഷ്ടിയെ കർത്താവ് വിളിക്കുവാണ്. സകല ചരാചരങ്ങളെ ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ച കർത്താവ് പറയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച കർത്താവ് പിതാവ് തന്റെ സൃഷ്ടിയെ കാണുവാൻ വേണ്ടി ഉദ്യാനത്തിൽ ഹവേലിയേറിയപ്പോൾ പിന്നെ തോട്ടത്തിൽ കടന്നു വരുമ്പോൾ തന്റെ സൃഷ്ടി ഹല്ലേലൂയ, എപ്പോഴും എന്റെ കർത്താവിനോട് കൂടെ ആ തേജസ്സിന്റെ മറവിലിരുന്ന തന്റെ സൃഷ്ടി എന്തു ചെയ്തു? അവൻ പാപം ചെയ്ത മൂലം, അവൾ പാപം ചെയ്തത് മൂലം, ഉപായത്തിൽ ഹവ്വായെ സാത്താൻ ചതിച്ചത് മൂലം അവര് ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, ദൈവിക വ്യവസ്ഥ നകന്നുപോയി, ദൈവിക വാഗ്ദത്തങ്ങൾ അവർ മറന്നുകളഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അവർ തേജസ്സിന്റെ നഷ്ടമാക്കിയിട്ട് അവർ അത് ഓടി ഒളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നത്, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ നിങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, മനുഷ്യ, നീ എവിടെയാണ്? നിന്റെ ഓട്ടം എവിടെയാണ്? നീ എവിടേക്ക് നടക്കുന്നു? നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ നീ ഓടുമ്പോഴും നീ എന്നെ മറന്നുപോയോ? ഹല്ലേലൂയ. ഞാൻ നിനക്ക് തന്ന വാഗ്ദത്തങ്ങളെ നീ ഓർക്കുന്നുണ്ട്? എന്താണ് കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തങ്ങൾ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യത നാം പ്രാപിക്കണം. ഹല്ലേലൂയ. നിത്യതയോളം നമ്മെ നടത്തുവാൻ നമ്മുടെ വാർദ്ധക്യ നിലവിലുള്ള കാലത്ത് ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ കൃപ നമ്മെ താങ്ങി നടത്തുമ്പോൾ ഹല്ലേലൂയ, എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോട് പറയുവാൻ പറ്റും, എന്റെ കർത്താവ് എന്നെ അറിയുന്നു. അവിടെ നിന്ന് അറിയാതെ ഒന്നും എന്റെ നാവിന്മേലില്ല. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം. നമുക്കറിയാം, എഫെസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, സ്തോത്രം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ ഹല്ലേലൂയ ക്രിസ്തു മൂലം വീണ്ടെടുത്തു. ക്രിസ്തുവിനാൽ നമ്മെ വീണ്ടെടുത്തു. കാൽവരി ക്രൂശിനാൽ നമ്മെ വീണ്ടെടുത്തു. മറ്റൊരുവനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്കുമേ നൽകപ്പെട്ട ഏക നാമം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. എന്തുകൊണ്ടാണ്? കർത്താവ് പിതാവിന്റെ ഹല്ലേലൂയ സ്നേഹം നമ്മളിലേക്ക് വന്നു. പുത്രനെ നമുക്ക് വേണ്ടി കാൽവരിൽ തകർത്തു കളഞ്ഞത്. ആദ്യ സൃഷ്ടി ദൈവസനിൽ നകന്നുപോയി, പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ മാറിപ്പോയി.
പോയത് കൊണ്ട് ആ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആമേ പഴയ നിയമകാലങ്ങൾ പ്രവാചകന്മാരെയൊക്കെ ദൈവം നോക്കിയെങ്കിലും അതിലൊന്നും ഒരു കാലസമ്പൂർണത കണ്ടില്ല. സ്ത്രീയുടെ സന്തതിയായി ജനിപ്പാൻ തക്കോണം ആമേ ഹല്ലേലൂയ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, താണ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആ വിലയേറിയതാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായാൽ ഏതുമില്ല. ഹല്ലേലൂയ. ഒരാത്മാവിന്റെ വിലയേറിയതാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കത് ഫുൾഫിൽ ചെയ്യുവാൻ കഴിയത്തില്ല, നമുക്കത് നിവർത്തിപ്പാൻ കഴിയത്തില്ല. എന്റെ കർത്താവ് നമുക്ക് വേണ്ടി മാനവരാശിയുടെ വിടുതലിന് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ അത് ഫുൾഫിൽ ചെയ്തു. ആ വില അവിടെ പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായാൽ ഏതുമില്ല. ആമേ സ്തോത്രം സ്തോത്രം. ഇത്ര വലിയ രക്ഷ കർത്താവ് നമുക്ക് തന്ന ഈ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ നാം എന്തു ചെയ്യും? കൈവിട്ടു പോകും. ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ കർത്താവ് പിതാവ് വരുമ്പോൾ അവൻ തന്റെ സൃഷ്ടി മറഞ്ഞിരിക്കുന്നു, അവൻ ഒളിച്ചുപോയി, അവൻ ഒളിക്കുകയാണ്. അവൻ ദൈവത്തിന്റെ കൽപ്പനകൾ കർത്താവ് പറഞ്ഞ് അവൻ ആ വ്യവസ്ഥകളെ തെറ്റിച്ചു. ഹല്ലേലൂയ. ഈ തോട്ടത്തിൽ നിങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം, എന്നാൽ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ജീവന്റെ വൃക്ഷം, അത് നമ്മൾ ഓർക്കണം. എന്താണ് തോട്ടമാവുന്ന ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവിന്റെ ദൈവിക വ്യവസ്ഥകളെ നാം കോട്ടിക്കളഞ്ഞാൽ, കർത്താവിന്റെ കൽപ്പനകളെ നാം അനുസരിക്കാതിരുന്നാൽ, വിശുദ്ധിയിൽ നാം ജീവിക്കാതിരുന്നാൽ, സത്യത്തിലും ആത്മാവിൽ നാം വേർതിരിയാതിരുന്നാൽ, ആമേ ഹല്ലേലൂയ, ശത്രുവാകുന്നവൻ ആരെ വിഴുങ്ങേണ്ടുന്ന അലർന്ന സിംഹം പോലെ ഉടയാടി നടക്കുകയാണ്. കഴിവതും വൃദ്ധന്മാരെ പോലും തെറ്റിക്കാൻ അവൻ മുഴുവലത്തോട് ഓടി നടക്കുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഉപായത്തിൽ സാധിച്ചതുപോലെ ആമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. അമ്മേ ശത്രു നമ്മെ വീഴിപ്പാൻ, ഈ ദൈവസ്നേഹത്തിൽ ഈ ദൈവകൃപയിൽ നമ്മെ തെറ്റിപ്പാൻ മുഴുവലത്തോട് ഉടയാടി നടക്കുകയാണ്. എഫെസ്യ ലേഖനം 5:15 കാണുന്നു. ഈ ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. രോഗിയുടെ കാലം പോലെ ഒരു ദുഷ്കാലം നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നു. നാളുകളായി കേൾക്കുന്ന യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, പേമാരികൾ, അത് മാത്രമല്ല ഇപ്പോൾ നാം കേരളത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച യൗവനക്കാർ ഇടറിപ്പോവുകയാണ്. യൗവനക്കാർ ഇടറിപ്പോകുന്നു. ദൈവ ഭയമില്ല, മാതാപിതാക്കളെ ഭയമില്ല, മനുഷ്യനെ ശങ്ക ദൈവത്തെ ഭയമില്ലാതെ ഈ യുവതലമുറ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന, മീഡിയയിലൊക്കെ കാണുന്ന ഓരോ കാര്യങ്ങൾ നാം കാണുമ്പോൾ നമ്മുടെ തലമുറകളെ കരങ്ങളിൽ നാം ദൈവത്തിൽ പ്രാർത്ഥിക്കണം. അതാണ് സ്തോത്രം. ഹല്ലേലൂയ. ഒരു മോശയ്ക്ക് വേണ്ടി അവന്റെ മാതാവ് അബിഗേൽ അവിടെ പ്രതികൂലങ്ങൾ ഏറിയപ്പോൾ അവനെ നശിപ്പിപ്പാൻ, അന്ന് ജനിക്കുന്ന തലമുറകളെയൊക്കെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പറവോൻ കൽപ്പന പുറപ്പെട്ടപ്പോഴും പ്രതികൂലത്തിൽ തണലും തന്റെ പൈതലിനെ അവൾ മാറോട് ചേർത്ത് 3 മാസം അടക്കി പൊതിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദുഷ്ടലോകത്തിലായിരിക്കുന്ന നമ്മുടെ തലമുറകൾ കടന്നു പോകുന്ന വീതികളിൽ അവർ സ്തോത്രം സ്തോത്രം, അവര് ദൈവത്തിൽ അകന്നു പോകാതിരിക്കാൻ, ശത്രു വരെ പാറ്റിക്കളയാതിരിക്കാൻ നാം നമ്മുടെ ഭവനങ്ങൾ അവരേത് ദേശത്തായിരുന്നാലും, ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും, ഏത് ജോലിയിലായിരുന്നാലും നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? അടക്കി പിടിച്ച് ദൈവകരങ്ങളിൽ അവരെ പാലിൽ മുട്ടുമടക്കി നമ്മൾ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ആത്മനിർവ് അവർ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് കുഞ്ഞുങ്ങളിൽ എത്തുകയും അവരവിടെ സുരക്ഷിതമായി ജീവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രമാണ്. ഒരു വാക്യം ഓടി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സ്തോത്രം. ഇന്ന് നാം കാണുമ്പോൾ ദുഷ്കാലമാണ്, സമയം ത്തിൽ ഉപയോഗിച്ചു കൊള്ളുവാൻ. നാളെ നമുക്ക് അവസരങ്ങൾ ലഭിക്കുമെന്ന് നാം കരുതണ്ട. നാളെ നമ്മുടെ സാഹചര്യങ്ങൾ ഇതുപോലെ പോകുമെന്ന് നാം കരുതണ്ട. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നാം അറിയത്തില്ല. ഇന്നെന്ന പോലെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ഇന്ന് നമുക്ക് ആയുസ്സും ആരോഗ്യം ബലവും ദൈവകൃപയും ദൈവം തന്നു. നാളെ നമ്മുടെ അവസ്ഥ എന്തെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ ഓടി ദൈവസന്നിധിയിലേക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് വിടുതലെടുക്കുവാൻ കഴിയും. ഇവിടെ പറയാണ്, കാള തന്റെ ഒട്ടകവന്റെ കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു. എന്റെ ജനമോ അറിയുന്നില്ല, ഇസ്രായേലോ അറിയുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം. ഹല്ലേലൂയ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ. സത്യത്തിലും ആത്മാവിലും വാതിരിഞ്ഞു ദൈവിക വ്യവസ്ഥ പ്രകാരം, ദൈവിക കൽപ്പന പ്രകാരം കടന്നു വന്ന ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം. ഹല്ലേലൂയ. ഫറവോന്റെ കഷ്ടത, ഫറവോന്റെ പീഡന നിമിത്തം മിസ്രൈമിൽ ഇസ്രായേൽ ജനം കഷ്ടത അനുഭവിപ്പാൻ കാരണം അവരുടെ ഊഴ്വേല. എന്തുകൊണ്ടാണ് അവരങ്ങനെ കഷ്ടത അനുഭവിച്ചത്? അവർ ചെയ്ത പാപം മൂലമല്ല, ഫറവോൻ അവരെ ദണ്ഡിപ്പിച്ച്, ഫറവോന്റെ ദണ്ഡനം മൂലം, ഫറവോന്റെ പീഡനം മൂലം. സ്തോത്രം. പതിവ് പോലും അവർ
ചെയ്യുന്ന ജോലിയിൽ ഇരട്ടിയായി അവർക്ക് പീഡനങ്ങൾ കൊടുത്തു. ഫറവോൻ അവരെ പീഡിപ്പിച്ചതുകൊണ്ട് മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ ജനം കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്റെ പ്രിയരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്, ഭാരമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ആമേ. ഹല്ലേലൂയ. ആമേ. ഹല്ലേലൂയ. എന്നേക്കാൾ മുൻപേ ലോകം നിങ്ങളെ പകച്ചു എന്ന് ഓർക്കുവീൻ. ഈ ലോകത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ആമേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഹല്ലേലൂയ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് എന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാനോ ഹല്ലേലൂയ എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയക്കുന്നു. അതാണ് ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ ലോകത്തിലെ കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിജ്ഞാനത്തോടും ബുദ്ധിയോടും ദൈവകൃപയോടും ആമേ കാര്യങ്ങളെ ക്രമീകരിച്ച് മുന്നേറുവാൻ, തക്ക സമയത്ത് ആവശ്യമായ പരിജ്ഞാനം നൽകുവാൻ, തക്ക സമയത്ത് ആവശ്യമായ ആലോചന നൽകുവാൻ, തക്ക സമയത്ത് വേണ്ട നമുക്കുള്ള ഹല്ലേലൂയ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ നടത്തുന്ന ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറവിൽ വന്നിട്ടില്ലെങ്കിൽ, അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. വേഗത്തിൽ ഓടിച്ചെന്ന് ഒരു സഭയിൽ ചെന്ന് മുട്ടുമടക്കി ആ കർത്താവിന്റെ അഭിഷിക്ത ദാസന്മാർ ദണ്ഡിപ്പിച്ച് ആമീൻ ഒരു വാക്ക് പറഞ്ഞു ആമീൻ ഹല്ലേലൂയ ആമീൻ അഭിഷേകം കിട്ടി കൊണ്ടതല്ല, മാളിക മുറികൾ തന്റെ ശിഷ്യന്മാർ കാത്തിരുന്ന് പ്രാപിച്ചതുപോലെ നീന്തിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തൊരു ജീവജല നദിയിലേക്ക് നാം കയറിയില്ലെങ്കിൽ നാം കൈവിട്ടു പോകും. ഹല്ലേലൂയ. ദുഷ്ടലോകത്തിൽ നാം അകപ്പെട്ടു പോകും. അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ട് ഭൂമിയിൽ നമ്മെ സൂക്ഷിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നാം കടന്നു പോകുവാൻ തക്കണം. നമ്മെ നമ്മുടെ ശരീരങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കണം. അതാണ് റോമർ 12 പറഞ്ഞത്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സല്യം ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുപതയ്ക്ക് രൂപാന്തരപ്പെടും. നാം എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെട്ട് നാളുകളായ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ അതിന് മറുപടി കാണുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ആ മറുപടി ലഭിക്കാൻ താമസം? കർത്താവിന്റെ ഹിതപ്രകാരം, കർത്താവ് ഒരുക്കുന്ന ആ സാന്നിധ്യത്തിലേക്ക്, കർത്താവിന്റെ വ്യവസ്ഥ പ്രകാരം, കർത്താവിന്റെ ആലോചന പ്രകാരം, ആമീൻ ആ വിശുദ്ധിയിലേക്ക്, കർത്താവിന്റെ ഇഷ്ടപ്രകാരം, ഹൃദയപ്രകാരം നാം കടന്നു വരാത്തത് കൊണ്ട് ദൈവം ഒന്നുകൂടി നമ്മെ ശോധന ചെയ്ത് പണിയുവാൻ, അല്ലെങ്കിൽ നമ്മെ ശോധന ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടി ഇണങ്ങി ആയുധമായി പണിയുവാൻ നമ്മെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആമീൻ അല്പം മറുപടി താമസിക്കുന്നെങ്കിലും കർത്താവിന്റെ ഹല്ലേലൂയ കണ്ണ് നമ്മിൽ മറഞ്ഞിരിക്കുന്നില്ല. നമ്മൾ കഷ്ടത്തിന്റെ ഹല്ലേലൂയ അവസ്ഥയിലൂടെ കടന്നു പോയാലും ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കണ്ണ് നമ്മിൽ മറഞ്ഞിരിക്കുന്നു. അവൻ നമ്മെ കാണുന്ന ദൈവമാണ്, നമ്മെ നടത്തുന്ന ദൈവമാണ്. നമുക്കറിയാം ഏലിയാവ് യാഗപീഠം പണിതത് എങ്ങനെയാണ്. ആമീൻ ഹല്ലേലൂയ ഇസബേലിന്റെ മേശയിലുള്ള 450 അശോര പ്രതിഷ്ഠകളെ തകർത്ത് കളഞ്ഞുകൊണ്ട് ആമീൻ ഹല്ലേലൂയ ദൈവത്തെ സേവിക്കാത്തവരുടെ വ്യത്യാസം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ ഏലിയാവ് എന്തു ചെയ്തു? ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ആമേൻ നിങ്ങളുടെ ദേവനെ വിളിച്ച് പ്രാർത്ഥിപ്പീൻ, ഞാനും എന്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയുമ്പോൾ അവർ ഉത്സാഹത്തോട് പോയി അവരുടെ ദേവന്മാരെ വിളിച്ച് രാവിലെ തൊട്ട് ഉച്ചവരെ തന്നെത്താൻ കുത്തി ഹല്ലേലൂയ മുറിവേൽപ്പിച്ചു. അവർ കഴിവാലും അവർ തന്നാലെ അവർ ചെയ്തു. പക്ഷേ അവരുടെ ദേവൻ ഉത്തരമള്ളുകയോ, തീ കൊണ്ട് ഉത്തരമള്ള ദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയോ ചെയ്തില്ല. അവസാനം ആമേൻ ഏലിയാവ് പറയാണ്, ആമേൻ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ആമേൻ ഞാൻ ജീവിക്കുന്ന ദൈവത്തെ കാണിച്ചു തരാം, അമ്മൻ എന്നെ ദൈവം ആരെന്ന് ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറയുമ്പോൾ അവൻ അവിടെ നമുക്ക് കാണുവാൻ കഴിയും യാഗപീഠം ഒരുക്കുന്നത്. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും വേർതിരിഞ്ഞ തന്റെ ജനം വ്യവസ്ഥ പ്രകാരം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലണം. ഹല്ലേലൂയ. വ്യവസ്ഥ കൂടാതെ ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ നിന്ന് നമുക്കൊന്നും ലഭിക്കുകയില്ല. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ഇസ്രായേലിന്റെ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. അത് അത് തന്റെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടെ ഒരു യാഗപീഠം പുതുക്കി പണിയുമ്പോൾ ആ യാഗപീഠത്തിന്മേൽ ഹല്ലേലൂയ ചുറ്റും നിൽക്കുന്ന ജനം കാണുവാൻ തക്കണം ആ തോട് പോലെ വെള്ളമൊഴിച്ചു, വിറകിന്മേൽ വെള്ളമൊഴിച്ചു, തോട് പോലെ അവിടെ ഒരുക്കി. എന്നിട്ട് ഹല്ലേലൂയ ദൈവത്തോട് ക്രമീകരണം പ്രാപിച്ച് യാഗപീഠം ഒരുക്കിയതിനു ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ യഹോവേ നീ എന്നെ അയച്ചു, നീ ചുറ്റും നിൽക്കുന്ന പുരുഷാരം കാണണം, അല്ല ഇവർ കാണണം, നിന്റെ മഹത്വം എന്നിൽ ഇറങ്ങണം, ഞാൻ ആരെന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം എന്തെന്നും ഇവർ കാണണം. അങ്ങനെ ഏലിയാവ് ക്രമീകരണം പ്രാപിച്ച് യാഗപീഠം പണിതിട്ട് ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ യാഗപീഠം ഒരുക്കി കാത്തിരുന്നു. ദൈവസന്നിധിയിലേക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചപ്പോൾ
ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ അഗ്നി ഇറങ്ങി ആ യാഗപീഠത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോഴാണ് ഹല്ലേലൂയ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവിടെ കാണുന്നത്. യഹോവയെ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുന്നില്ല. അവൻ എന്റെ മുഖം തീക്കല്ല് പോലെ ശോഭിപ്പിക്കും, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. അവിടെ അവനെ ലജ്ജിപ്പാൻ ഇടയാക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി അവൻ കണ്ടതുകൊണ്ട് അവൻ അമ്പരന്ന് പോയില്ല. യഹോവയെ കർത്താവ് എന്നെ സഹായിക്കുമെന്ന് തന്നെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ സേവിക്കുന്നതെന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമോ എന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ദർശിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വിശുദ്ധനാകാൻ നിങ്ങൾ വിശുദ്ധിയിലേക്ക് കടന്നു വരുവീൻ. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം. സ്തോത്രം, സ്തോത്രം. ആമേൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് മോശ തിദ്രോന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, 40 സംവത്സരം അവൻ ഹല്ലേലൂയ ആ മരുഭൂമിയിലൂടെ ആ വൈഡാന്തൽ നടക്കുമ്പോൾ ആമേൻ, സ്തോത്രം, സ്തോത്രം. ആമേൻ. അവന്റെ ആ ഉദ്യാനം, അവന്റെ ആ ഹാലിലെ സമയങ്ങളില് ആമേൻ, സ്തോത്രം, മരുഭൂമിയുടെ ഹാലിലെ പുറകിലേക്ക് അവൻ വരികയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ മുൾപ്പടപ്പ് കത്തുന്നു, എന്നാൽ മുൾപ്പടപ്പ് വെന്തു പോകുന്നില്ല. അത് ഇതുവരെയും അവന്റെ കണ്ണാൽ അത് കണ്ടിട്ടില്ല. എന്നാൽ അവൻ അത് കാണുവാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, മോശേ ഹല്ലേലൂയ അവൻ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി മാറ്റുക. അവൻ ഇത് വിശുദ്ധ ഭൂമിയാണ്, നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് മാറ്റുക. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമത്തിലേക്ക് അങ്ങനെ പറഞ്ഞുവെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി വരച്ചു കാട്ടുമ്പോൾ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകിരിപ്പീൻ ആ ഒരു വ്യവസ്ഥയാണ്. ദൈവം നമുക്ക് പാപമില്ലാത്തവൻ പാപികളെ വീണ്ടെടുക്കുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവിന്റെ കാൽവരി ക്രൂശിലേക്ക് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കടന്നു വരുന്നവരെ ഹല്ലേലൂയ അങ്ങനെ ആമേൻ നമ്മളത് കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയിലേക്ക് ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ തികവായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിപ്പാൻ കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമുക്കറിയാം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടായിരുന്ന ശലോമൻ, ആമേൻ, സ്തോത്രം, സ്തോത്രം, ആദ്യകാലങ്ങളിലൊക്കെ അവൻ പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ അവൻ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃതപ്രകാരം അവൻ ഓടുന്നു, അവൻ ആലയം പണിയുന്നു, യാഗപീഠം ഉണ്ടാക്കുന്നു, അവൻ ഹല്ലേലൂയ ദേവാലയം പണിയുന്നു ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ അവസാനം അവൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അകന്നു പോയി. അവൻ ഹല്ലേലൂയ ഭാര്യമാർ അവന് സമ്പത്തായി അവന് ലോകത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അമ്മ എന്നാൽ ഹല്ലേലൂയ സുവിശേഷം നമുക്ക് പറയുന്നു, അമ്മ എന്തു തിന്നും എന്ത് കുടിക്കും നിങ്ങൾ വിചാരപ്പെടേണ്ട, താമര എങ്ങനെ വളരുന്നു, ഹല്ലേലൂയ വയലിലെ പറവകളെ നോക്കുവീൻ, അവ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, കളപ്പുരകൾ കൂട്ടിവെക്കുന്നില്ല, പണ്ടകശാല ശേഖരിക്കുന്നില്ല, എന്നാൽ ശലോമൻ പോലും ഇവരിൽ ഒരുന്നിലും മഹത്വത്തിലേക്ക് ചമഞ്ഞില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അമ്മീൻ അവിടെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മെ ആ വചനങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഭക്ഷിക്കും നാം വ്യാകുലപ്പെടേണ്ട. നിങ്ങൾ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ലഭിക്കേണ്ടത്, നമുക്ക് നന്മ, നമുക്ക് പ്രാപിക്കേണ്ട നന്മ, നമ്മുടെ ആവശ്യം എന്തെന്ന് സ്വർഗത്തിലെ അപ്പച്ചനെ അറിയുന്നു. അവിടുന്ന് അറിയാതെ നമ്മുടെ തലയിൽ ഒരു രോമം പോലും കൊഴിയുന്നില്ല. ഹല്ലേലൂയ. നാം കടന്നു പോകുന്ന വീതികളിൽ നാം പതിയിരിക്കാൻ ദുഷ്ടമാൽ നമ്മെ കാത്തുരക്ഷിക്കുന്ന ദൈവം. പലപ്പോഴും നാം പറയാറുണ്ട്, അയ്യോ എന്റെ കാല് തെന്നിപ്പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ വാഹനം ഓടിച്ചപ്പോൾ എന്റെ സ്റ്റിയറിംഗ് തെന്നിപ്പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു ആക്സിഡന്റ് പറ്റേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മരണത്തിലൂടെ കടന്നുപോയി, പക്ഷെ എന്നെ എനിക്കൊരു അമ്മ കർത്താവ് എന്നെ വിടുവിച്ചു. ഇതിന്റെയൊക്കെ ആരംഭവും അവസാനം എന്താണ്? നമ്മുടെ കർത്താവാണ്. സോറി. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ എന്റെ കർത്താവിന് കഴിയാത്തത് വല്ലതുമുണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നാം ഒന്ന് തിരിച്ചറിയണം. അമ്മ നമുക്കറിയാം, ആമീൻ, മരുഭൂമിയിലൂടെ കടന്നുപോയ തന്റെ ജനത്തിന്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന ഒരു ദൈവം ആമീൻ മോശയോട് പറയാണ്, ആമീൻ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ആമേൻ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ആമേൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ കരയുന്നവരോട് കൂടെ കരയുന്ന ദൈവം, നിർജീവമായിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് ജീവന്റെ പുനരുദ്ധാനത്തിലൂടെ ആമേൻ ലാസറിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ആമേൻ, ഹല്ലേലൂയ തന്റെ സഹോദരിമാര് ആമേൻ, ഹല്ലേലൂയ ആമേൻ അവിടെ ഹല്ലേലൂയ ദൈവത്തോട് പറയാണ്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ
നീ എന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, നീ ഞങ്ങളോട് വസിച്ചിരുന്നുവെങ്കിൽ, ആമേ സ്തോത്രം, എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ആമേ ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ നിറയാത്തത് കൊണ്ട്, അല്ലെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ എൻകണ്ടുവാൻ നമ്മുടെ ഭവനങ്ങൾ നിറയാത്തത് കൊണ്ട്, ശത്രുവാകുന്നവൻ വടകോരി, ശത്രുവാകുന്നവൻ വലയം ചെയ്തു അന്ധകാരഘട്ടിലേക്ക് നാം കടന്നു പോകുന്നു. ആമേ ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അധിപതിയാകുന്നവൻ ആമേ നമ്മെ തകർത്ത് കളയാൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ, ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതൽ ഈ നിമിഷങ്ങളിൽ അടങ്ങിയിരിക്കരുത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ കാഹളം മുഴക്കണം. ഹല്ലേലൂയ. സംഹാരകൻ നിനക്കായി എതിരെ കടന്നു വരുന്നു. കോട്ട കാത്തുകൊള്ളുക, അരമുറുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക, എഴുന്നേറ്റ് ഹല്ലേലൂയ പ്രകാശിക്കണം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ കർത്താവ് ഹല്ലേലൂയ ആമേൻ അവിടേക്ക് കടന്നു വരുമ്പോൾ ആമേൻ മറിയ ഇരിക്കുന്നിടത്ത് വന്നു. അവിടെ നിന്ന് മറിയ കരയുന്നു. അവൾ കണ്ട് ആമേൻ അവൾ കർത്താവ് അവളോട് കൂടെ വന്നു. ആമേൻ തന്റെ പുരുഷന്മാരും ശിഷ്യന്മാരും ഒക്കെ കണ്ടു. അവരൊക്കെ വളരെ വ്യാകുലപ്പെട്ട് കരയുന്നത് കണ്ടിട്ട് യേശു ഉള്ളം നൊന്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് മുഖമുയർത്തി ആമേൻ കരഞ്ഞിട്ട്, ഹല്ലേലൂയ, പിതാവേ, നിന്റെ മഹത്വം എന്നിൽ ഇറങ്ങട്ടെ, നീ എന്നെ അയച്ചു, നീ ചുറ്റും നിൽക്കുന്ന പുരുഷാരം കാണട്ടെ. അവിടെ തന്നെത്താൻ കർത്താവിന്റെ ഹല്ലേലൂയ പിതാവിന്റെ സന്നിധിയിൽ തന്റെ പുത്രൻ തന്നെത്താൻ താഴ്ത്തിയേൽപ്പിക്കുകയാണ്. തന്നെത്താൻ താഴ്ത്തിയിട്ട് പറയാണ്, ദൈവമേ, നിന്റെ മഹത്വം എന്നിൽ ഇറങ്ങണം. അവിടെ എന്റെ ദൈവപുത്രനായിട്ടും പിതാവിന്റെ സ്ഥലത്തിൽ താഴ്ത്തിയിട്ട് പറയുകയാണ്, ഈ നിൽക്കുന്ന പുരുഷാരം, ഈ നിൽക്കുന്ന ശിഷ്യന്മാർ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ടവരാണ്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ അവരുടെ മുമ്പിൽ നീ എന്നെ അയച്ചു എന്ന്, നിന്റെ മഹത്വം എന്തെന്ന് കാണുവാൻ വേണ്ടി കർത്താവെ, നിന്റെ മഹത്വം എന്നിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ആമേൻ ആ പുനരുത്ഥാന ശക്തി പ്രാപിച്ചുകൊണ്ട് ലാസറിന്റെ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ, അവൻ ലാസറിന്റെ കല്ലറ വെച്ചിരിക്കുന്ന എവിടെയാണെന്ന് വെക്കുമ്പോൾ, അയ്യോ പിതാവെ, 4 നാളായി നാറ്റം വെച്ചു കഴിഞ്ഞല്ലോ എന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ കണ്ട് കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാര് പോലും കൈമലത്തി ഒരു പ്രതീക്ഷയുമില്ല. നാറ്റം വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ അവൻ ലഭിക്കില്ലെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ എന്റെ കർത്താവ് പറയുന്ന, അവനെ എവിടെ വെച്ചിരിക്കുന്നു? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം കടന്നു പോകുന്ന പ്രതിസന്ധി എന്തുമായിക്കോട്ടെ, നാളുകളായി പ്രാർത്ഥിക്കുന്നു, നാളുകളായി കാത്തിരിക്കുന്നു, നാളുകളായി ഹല്ലേലൂയ നാം ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുന്നു. എന്നാൽ നിന്റെ ഇവന്റെ അവസ്ഥ എന്താണ്? നാറ്റം വെച്ചിരിക്കുന്ന അവസ്ഥയാണോ? ജീർണിച്ചിരിക്കുന്ന അവസ്ഥയാണോ? അമ്മ ഇനി കരകയറിക്കുന്ന ശത്രു ഹല്ലേലൂയ തന്നെയും നിങ്ങളെ നോക്കി പറയുന്നുണ്ട്. എന്നാൽ എന്ന് പകൽക്കാലം പറ, ശത്രുവെ, നിനക്ക് എന്നെ തകർക്കുവാൻ, എന്റെ കുടുംബത്തെ തകർക്കുവാൻ, എന്റെ തലമുറയെ തകർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ തന്നെ ഹല്ലേലൂയ അവൻ എന്നെ തകർക്കുവാൻ നിനക്ക് കഴിയത്തില്ല. ഞാൻ ഹല്ലേലൂയ എന്റെ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്. അവൻ ഹല്ലേലൂയ, നിനക്കൊരു അധികാരം എന്നിലില്ല. എന്റെ കർത്താവിനാൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. കർത്താവിനാൽ ഞാൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം വലയം ചെയ്യപ്പെട്ടതാണ്. അവിടുത്തെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ആമേൻ സ്തോത്രം. ഒരു അന്ധകാര ശക്തിക്ക് എന്നെ ജയിപ്പാൻ കഴിയില്ല. ഞാൻ കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ഒരു ആയുധമാണ്. എന്റെ കർത്താവിന്റെ കയ്യിൽ എന്നെ വരച്ചിരിക്കുന്നു. അവിടുന്ന് നിനക്ക് എന്നെ തകർക്കുവാൻ കഴിയില്ല. ഈ വിഷയത്തിന്മേൽ ഹല്ലേലൂയ ഞാൻ ജയമെടുക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ പറ്റും? എന്നെ കേൾക്കുന്ന ചില പ്രതിസന്ധികൾ മേൽ പുറത്തു പറയാൻ കഴിയാതെ ഉള്ളത്തിൽ ഞെരുങ്ങിക്കൊണ്ട് ചില വിഷയങ്ങളുടെ മേല് ദൈവത്തിലായിരിക്കുന്ന ദൈവവേദന എന്ന് നിന്നോടാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിൽ നീ ഹല്ലേലൂയ ഏറ്റെടുക്കുക. അവൻ നിന്നാൽ ഞാൻ പട്ടക്കുട്ടുന്നതിനെ പാഞ്ചിലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. മനുഷ്യൽ ആശ്രയിക്കും, ജഡത്തിൽ ആശ്രയിച്ച് മനുഷ്യൽ ആശ്രയിക്കും ജനം എന്ത് ചെയ്യുന്നു? ശപിക്കപ്പെട്ടവൻ. എന്നാൽ യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ജനം ഭാഗ്യമുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുവാൻ, ദൈവമായിട്ടൊരു എൻകൗണ്ടർ സ്ഥാപിപ്പാൻ, നമ്മെ തന്നെ കഴുകി വിശുദ്ധീകരിച്ച് ദൈവപാദപീഠങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടെ ഹല്ലേലൂയ മരിച്ച് ജീർണിച്ച് നാറ്റം വെച്ച് 4 നാളായ അഴുകിയ ഹല്ലേലൂയ അവസ്ഥയിലേക്കും കർത്താവിന്റെ പുനരുത്ഥാന ശക്തി വ്യാപരിച്ചപ്പോൾ അവൻ അവിടെ പുതുജീവൻ പ്രാപിച്ചുവെങ്കിൽ എന്റെ കർത്താവിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത വല്ലതുമുണ്ടോ? എന്റെ കർത്താവിന്റെ കരം കുറുകിപ്പുണ്ടോ? അവയെ കേൾക്കാൻ കഴിയാത്തവണ്ണം കർത്താവിന്റെ കാത് മന്ദമായിട്ടുണ്ടോ? പ്രവർത്തിപ്പാൻ കഴിയാത്തവണ്ണം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടുണ്ടോ? എന്നെയും നിങ്ങളെ തമ്മിൽ അകറ്റുന്ന കർത്താവിന്റെ സ്ഥലം നമ്മെ അകറ്റുന്നത് എന്താണ്? നമ്മുടെ അകൃത്യങ്ങളാണ്. ഇന്ന് പകൽക്കാലം ഒന്ന് കഴുകി ഒന്ന് വെടിപ്പാക്കി ദൈവത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ, വീണ്ടും ഒന്ന് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഹല്ലേലൂയ ദർശിക്കുമ്പോൾ ആമേൻ എത്ര പേർക്ക് ഒന്ന് ഹല്ലേലൂയ മടങ്ങി വരുവാൻ കഴിയും? എത്ര പേർക്ക് ആമേൻ ഹല്ലേലൂയ സ്തോത്രം കഠിനമായി പാപം ചെയ്തതല്ല, ദൈവത്തിൽ ഇരിക്കേണ്ട സമയങ്ങൾ അലക്ഷ്യമാക്കിയിട്ട് ദൈവത്തോടുള്ള പ്രാപിച്ച വാഗ്ദത്തങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയാതെ ആമേൻ ദൈവിക വചനങ്ങളെ ആമേൻ ഹല്ലേലൂയ വേണ്ട സമയത്ത് അത് ഹല്ലേലൂയ വചനപ്രകാരം ഒരുക്കപ്പെടാതെ ആമേൻ ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരാതെ നമ്മുടെ ആവശ്യപാരങ്ങളുമായി നാം ഓടുന്നെങ്കിൽ ഒന്നും നിൽക്ക് അവൻ ഉൽപ്പത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇറങ്ങി വന്നിട്ട് ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെയെന്ന് ചോദിക്കുന്ന പോലെ നാം നിൽക്കുന്ന ഓടിപ്പായുന്ന ജീവിതയാത്രയിൽ
അല്പം ഒന്ന് നിൽക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവമായിട്ടൊരു എൻകൗണ്ടർ എടുക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൂരത്ത് നമ്മെ അറിയുന്ന ഒരു ദൈവം. സഖായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനെ ഹല്ലേലൂയ, അവന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ആമേൻ ആ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് അവനെ വിളിക്കുന്ന ഒരു ദൈവം. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-20 വാക്യം. ഇതാ ഞാൻ ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആമേൻ സ്തോത്രം. ഹൃദയത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എന്റെ നിങ്ങളെ ഹൃദയ കവാടങ്ങൾ മുട്ടുകയാണ്. ഒന്ന് മടങ്ങി വരുവാൻ ഒരുക്കമാണോ? ഒന്ന് ഇറങ്ങി വരുവാൻ ഒരുക്കമാണോ? നീ ആയിരിക്കുന്ന ഏത് അവസ്ഥയുമായിക്കോട്ടെ. ആമേൻ. യഹൂദനും യവനെന്നും ബർബറിനും വ്യത്യാസമില്ലാതെ ജാതിയിൽ നിന്ന്, ഭാഷയിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിളിച്ചു വാർത്തിരിച്ചു രാജ്യവർഗ പുരോഗത വംശമാക്കി തീർത്തു. ആമേൻ. എന്റെ ദൈവത്തിന്റെ സ്ഥലത്തിൽ നമുക്കൊരു രാജ്യത്വം താരുവാൻ കർത്താവ് ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയന്റെ വരവേറ്റം ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ആമേൻ സ്തോത്രം. നമ്മെ സഹായിപ്പാൻ, നമ്മെ വിടുവിപ്പാൻ, നമ്മെ വഴി നടത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ലാസറെ പുറത്തു വന്ന് അരളിച്ചപ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ പുനരുത്ഥാന ശക്തിയിൽ അവൻ മേൽ പുതുജീവൻ പ്രാപിച്ചു. അവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ കെട്ടോടുകൂടി വന്നപ്പോൾ അവൻ ഹല്ലേലൂയ ആരവനെ കെട്ടിയോ ആ കെട്ടഴിപ്പീൻ എന്നാണ് കർത്താവിന് വേണമെങ്കിൽ ഹല്ലേലൂയ പറയാം. നീ ഹല്ലേലൂയ അപ്പോൾ കെട്ടഴിഞ്ഞ് പുറത്തു വരാൻ. എന്നാൽ അവിടെ മാർഗം കാണുന്നു. നമ്മളാൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളാൽ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളാൽ തന്നെ അത് ക്രമീകരിക്കണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 22 പറയുന്നത് ആമേൻ. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്ന അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ നീതീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്ന, ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്കത പ്രതിഫലം കൊടുക്കുവാൻ ഞാൻ ന്യായസ്ഥാനം ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം ചെയ്യുന്നതായ നമ്മൾ തന്നെ നാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടത് ഭൂമിയിൽ കെട്ടപ്പെടും, ഭൂമിയിൽ കഴിക്കപ്പെട്ടത് സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. അമ്മൻ അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദിവസങ്ങളിൽ അവൻ ഒരു മടങ്ങി വരവിന് വേണ്ടി, അവൻ ഒരു ക്രമീകരണത്തിന് വേണ്ടി, ഒരു വിശുദ്ധിക്ക് വേണ്ടി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാൻ 2 പത്രോസ് 3-ാം അതിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നഷ്ടമായി പോകാതെ ഒന്നുകൂടി മാനസാന്തരത്തിന്റെ പുതുക്കത്തിലേക്ക് വരുവാൻ കർത്താവ് എന്നോടും നിങ്ങളോടും ദീർഘക്ഷമ കാണി. കർത്താവിന്റെ ദീർഘക്ഷമയാണ് നമ്മുടെ ജീവൻ. ആമേൻ. നമ്മെ ഒന്നുകൂടി കഴുകി വിശുദ്ധീകരിച്ച് അത് എത്തുതയിൽ കാണുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി വീണ്ടും അല്പം ദീർഘായുസോടെ നമ്മെ ഭൂമിയിൽ ശിഷ്ടായുസിൽ ശേഷിപ്പിക്കുന്നത് കർത്താവിന്റെ മടങ്ങിന് വരവിന് വേണ്ടി നാം ഒരുക്കപ്പെടുവാൻ, കൈവിട്ടു പോകാതിരിപ്പാൻ തക്കോണം. ഹല്ലേലൂയ. നമ്മുടെ ഒരു വാക്യം ഏതാണ്? എന്റെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഉറപ്പും ധൈര്യത്തോടും പറയാൻ പറ്റുമോ? ഈ വിഷയത്തിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുന്നില്ല. ചുറ്റും നിൽക്കുന്ന പുരുഷാരം, ചുറ്റും നിൽക്കുന്ന ജീവിതങ്ങൾ നാം ആരെന്ന് കാണുവാൻ, നമ്മളിലുള്ള ദൈവത്തിന്റെ കൃപ എന്തെന്ന് കാണുവാൻ, നമ്മെ നിന്നിച്ച് തള്ളി പരിഹസിച്ച് പുറമോട്ട് കോട്ടിക്കളയുന്ന ഒരവസ്ഥയിലൂടെ അതിന്റെ നടുവിലൂടെ നാം ആയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചൊരു ദൈവ പൈതൽ പറയണം ആമേ ഹല്ലേലൂയ. മനുഷ്യൻ എന്നെ നിന്ദിപ്പാനോ മനുഷ്യൻ എന്നെ ശത്രുവാകുന്നവനെ തകർക്കുവാനോ കഴിയുകയില്ല. യഹോവയെ കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടെ ഹല്ലേലൂയ സ്തോത്രം. യേശയ്യാ പ്രവാചകൻ 49-ാം വാക്യം അതിന്റെ ഹല്ലേലൂയ 23 കാണുന്നു. ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ലെന്നും നീ അറിയും. ഹല്ലേലൂയ. നമുക്ക് പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയും. ആമേൻ സ്തോത്രം. ഞാൻ യഹോവ എന്റെ ദൈവമാണ്, അത് ഞാൻ അവനായി കാത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ശത്രുവേ, നിനക്ക് എന്റെ കുടുംബത്തെ തകർക്കുവാൻ കഴിയത്തില്ല, എന്റെ തലമുറയെ തകർക്കുവാൻ കഴിയത്തില്ല, അവരുടെ വിദ്യാഭ്യാസം തകർക്കുവാൻ കഴിയത്തില്ല. ഞാൻ കടന്നു വന്ന പ്രതിസന്ധികളിൽ എന്നെ വെടിവെപ്പാൻ എന്റെ ദൈവം ഹല്ലേലൂയ ആമേൻ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. തകർക്കുന്ന രാജരാജ സൈന്യത്തിന് മുമ്പിൽ നായകനായി വരുന്നു. ആ സൈന്യത്താലല്ല, ശക്തിയല്ല, ദൈവകൃപയിൽ തന്നെ ഞാൻ ജയം പ്രാപിക്കും. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല എന്ന് ആമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു ദൈവ പൈതൽ യഥാർത്ഥത്തോട് പറയുമെങ്കിൽ അവനെ ഹല്ലേലൂയ വഴി നടത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, ദശാദിവസം ഞാൻ നിന്നെ സഹായിച്ചു. ആമേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവ് നമുക്ക് ഉത്തരമളന്ന ദൈവമാണ്. പ്രതിസന്ധി മേലിറങ്ങി നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇസ്രായേൽ ജനം പിൻപിൽ വൈരി ഫറവോന് സൈന്യം കൂട്ടത്തോടെ വരുന്നുണ്ട്.
യുദ്ധസന്നാഹങ്ങളും അവരെ പിന്തുടർന്ന് അവരെ പിടിപ്പാൻ വേണ്ടി പുറകിലേക്കും അവരുടെ ഹല്ലേലൂയ പിറകിൽ അവർ നോക്കുമ്പോൾ ആരവമായിട്ട് പവറോനും സൈന്യവുമുണ്ട്. മുമ്പിൽ അവർ നോക്കുമ്പോൾ ഹല്ലേലൂയ ആർത്തിരിക്കുന്ന യോർദാൻ ഹല്ലേലൂയ ചെങ്കടൽ അവരുടെ മുമ്പിലാണ്. യാതൊരു പ്രതീക്ഷയുമില്ല അക്കരെ കടക്കുമെന്ന്. എന്നാൽ ഹല്ലേലൂയ ദൈവം അവർക്ക് മുൻപായി നടന്നു. ആമേൻ, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. മോശയോട് കൂടെ പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടി മുന്നോട്ട് നീട്ടുക, ധൈര്യപ്പെടുക, ഉറപ്പുള്ളവനായിരിക്കുക. ആമേൻ, നീ മുന്നോട്ട് പോയിക്കൊള്ളുക. ഈ ജനത്തെ നയിക്കുവാൻ ഞാൻ നിന്നെ നായകനായി തന്നിരിക്കുന്നു. നിന്റെ മേലൊരു അഭിഷേകം ഞാൻ പകർന്നിരിക്കുന്നു. നീ നിന്റെ കയ്യിലുള്ള കൈ മുന്നോട്ട് നീട്ടുക, ആ വടി മുന്നോട്ട് നീട്ടുക. അവൻ കൈകളിലുള്ള വടി മുന്നോട്ട് നീട്ടി ചെങ്കടലിൽ ഒന്ന് തൊട്ടപ്പോൾ അത് ഉണങ്ങിയ നിലമായി മാറി. ഹല്ലേലൂയ. മുമ്പിലുള്ള ചെങ്കടൽ ആർത്തു വന്നപ്പോൾ അത് ഉണങ്ങിയ നിലമായി മാറിയെങ്കിൽ ദൈവമാരെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നും ആമീൻ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അത് വെറുതെ വായിച്ച് കളയേണ്ടതല്ല. അത് ഒരു ചെവിയുടെ കേട്ട് ഒരു ചെവിയുടെ കളയേണ്ടതല്ല. ആമീൻ, തന്റെ ജനത്തെ ഹല്ലേലൂയ വീണ്ടെടുക്കുവാൻ വേണ്ടി, തന്റെ ജനത്തെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പണിയപ്പെടുവാൻ വേണ്ടി, തന്റെ സൃഷ്ടി ഓർക്കുന്ന ദൈവം, തന്റെ സൃഷ്ടിക്ക് വേണ്ടി പ്രതികൂലങ്ങൾ വന്നപ്പോൾ ഇറങ്ങി വന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ കഴിയും. പറവനോട് മോശ പറയാണ്, എന്റെ ദൈവത്തെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ആമേൻ, ദൈവത്തെ ആരാധിപ്പാൻ പുറപ്പെട്ട ജനത്തെയാണ് ദൈവം ആമേൻ ശത്രുവിന്റെ കയ്യിൽ നിന്നും പ്രതികൂലമായി നിന്ന് ജോർദാന്റെ കയ്യിൽ നിന്നും വിടുവിച്ചത്. അങ്ങനെയെങ്കിൽ യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനമാണ് ഭാഗ്യമുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തെ അവിടുത്തെ ദയ ചുറ്റിക്കൊള്ളും. ഒരു ശത്രുവിന് വിട്ടുകൊടുക്കാതെ അവൻ ഹല്ലേലൂയ ശത്രുവശത്തുനിന്ന് ഹല്ലേലൂയ ആരവം മുഴക്കി ഫറവോന് സൈന്യം കടന്നു വന്നപ്പോഴും ചെങ്കടൽ അവിടെ മുമ്പിൽ ആർത്തിരിഞ്ഞപ്പോഴും ദൈവകൃപ അവിടെ പ്രാപിച്ചത്. ആമേൻ, മോശ അവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ മോശയുടെ മേൽ ആകാലുള്ള അഭിഷേകത്താൽ അവന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിറവിൽ അവൻ നിറഞ്ഞുകൊണ്ട് അവന്റെ കൈമേലുള്ള വടി നീട്ടുമ്പോൾ അവിടെ ചെങ്കടൽ ഉണങ്ങിയ നിലമായി മാറി. അവരുടെ പ്രതികൂലം മാറി. അവരുടെ ഹല്ലേലൂയ ആമേൻ അവർ ഹല്ലേലൂയ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കിടന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ഹല്ലേലൂയ ആമേൻ, നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആരിലാണ്? നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ നിങ്ങൾ പതറിയിരിക്കുകയാണോ? നിങ്ങളുടെ വിഷയം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളുടെ ദൈവം എവിടെ? ദൈവ സാന്നിധ്യം എവിടെ? ദൈവത്തോട് നിങ്ങൾ ഹല്ലേലൂയ സംസാരിക്കുന്നുണ്ടോ? ആമേൻ, നമുക്കറിയാം ഹല്ലേലൂയ യഹോസ് വ്യസനപുത്രനായിരുന്നു. അവന്റെ സങ്കടം ദൈവസന്നിധിയിലേക്ക് കൊണ്ടു ചെന്നിട്ട് കർത്താവിനോട് പറയാണ്, എന്റെ അമ്മയ്ക്ക് ഞാൻ വ്യസനപുത്രനായി പിറന്നു. ആമേൻ, കർത്താവേ നീ എന്നോട് കരുണ തോന്നണമേ, എന്റെ അതിർ വിസ്താരമാക്കണേ, വ്യസനത്തിൽ നിന്നും ഹല്ലേലൂയ എന്നെ വിടുവിക്കണമേ, എന്റെ അതിർ വിസ്താരമാക്കണമെന്ന്, എന്റെ കരം എന്നോട് കൂടി ഇരിക്കണമേ എന്ന് പറഞ്ഞു. അവിടെ അവന്റെ അപേക്ഷ കേട്ട് അവനെ വിട്ടുവെച്ച് അവന്റെ അതിർ വിസ്താരമാക്കി. വ്യസനത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അവനെ വിട്ടുവെച്ചു. അവനെ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിച്ചു. അവന്റെ വിഷമം അവൻ ആരോടാ പറഞ്ഞു? ദൈവത്തോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അമ്മ നമ്മുടെ കുറുവാക്യം ഏതാ? എന്റെ കർത്താവിനെ സഹായിക്കും. നമ്മൾ ഹല്ലേലൂയ കർത്താവ് നമ്മെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിന്മേൽ നാം കടന്നു വരുമ്പോൾ നമ്മെ വിടുവിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ നമുക്കറിയാം. അമ്മയെ സ്തോത്രം. ഒന്ന് ശമേല അമ്മയെ ഹല്ലേലൂയ ഒരു ഹന്ന ദൈവസ്ഥലിലേക്ക് ഓടിച്ചെന്നു. അവളെ ഞെരിക്കുന്ന പെനിയില്ല. അമ്മീൻ അവളെ സ്വസ്ഥത കൊടുക്കാതെ അവളെ നിന്ദിച്ച് തള്ളിക്കളയുന്ന പെനിയില്ല. അമ്മീൻ അവൾ ദേവാലയത്തിൽ പോകുമ്പോഴും അമ്മ സ്തോത്രം എപ്പോഴും അവളെ പിന്തുടർന്ന് നിന്ദിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ ഹല്ലേലൂയ പെനിയില്ല പെനീന. എന്നാൽ അവളുടെ സങ്കടം അവൾ ഓടി ഇവിടെ ചെന്നു ദേവാലയത്തിലേക്ക് ചെന്നു. കാണേണ്ട പ്രകാരം കാണുവാൻ അവന് വ്യവസ്ഥ പ്രകാരം അവൾ ഓടി. അവൾ ദേവാലയത്തിൽ ചെന്നു. അമ്മ ഹല്ലേലൂയ അവൾ അമ്മേൻ സ്തോത്രം തന്റെ സങ്കടം ദേവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവളുടെ സങ്കടം ബോധിപ്പിച്ച് കരയുന്നു. എന്നാൽ അരുക്ക നിൽക്കുന്ന ഏലി പുരോഹിതന് പോലും അവളുടെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ കാഠിന്യങ്ങളുടെ അവളുടെ ആവശ്യ അവളുടെ ഹല്ലേലൂയ വേദന അറിയുവാൻ കഴിഞ്ഞില്ല. അവനൊരു പുരോഹിതനായിട്ട് പോലും അവളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൾ പറയുകയാണ്, ഹേ ഹന്നായേ, നീ വീഞ്ഞു കുടിച്ചിരിക്കുന്നു, വേഗം നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന്. എന്നാൽ അവൾ പറയാണ്, അയ്യോ യജമാനെ, എന്നെ ഒരു നീച സ്ത്രീയായിട്ട് കരുതല്ലേ. ഞാൻ എന്റെ സങ്കടം ദൈവത്തോട് ബോധിപ്പിക്കുകയാണ്. അമ്മ നാം നമ്മുടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിറയുമ്പോൾ, ദൈവമായിട്ടൊരു എൻകൗണ്ടർ നാം സ്ഥാപിക്കുമ്പോൾ അമ്മ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നാം ഒരു നിന്ദപാത്രമാകാം. നമ്മെ നിന്ദിപ്പാൻ ശത്രു പലരെയും അമ്മയും ഹല്ലേലൂയ ഒരുക്കും. അവന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മെ നിന്ദിച്ച് തള്ളുമ്പോൾ വേദനപ്പെട്ടു പോകല്ലേ, പതറിപ്പോകല്ലേ, പരാജയപ്പെട്ടു പോകല്ലേ. കാണേണ്ട പ്രകാരം ദൈവസ്ഥലിൽ ചെല്ലേണ്ട പ്രകാരം നാം ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് ഉണർത്തിക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തിന്മേൽ ദൈവത്തിന് മറുപടി കാണുവാൻ കഴിയും. അവിടെ ഹല്ലേലൂയ ഹന്ന അത്തരം കൊണ്ട് ചലിച്ചു. ദൈവമായിട്ട് എൻകൗണ്ടർ സ്ഥാപിച്ചു. ദൈവകൃപ അവൾ പ്രാപിച്ചു. ദൈവത്തോട് തന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പിന്നെ
അവളുടെ ആഗ്രഹം അറിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം അവൾക്ക് ഒരു മറുപടിയുമായി പിന്നെ ആണ്ടിൽ അവൾ എഴുന്നേറ്റു ദേവാലയത്തിലേക്ക് ചെന്നു. ഏലി പുരോഹിതനോട് പറയാണ്, ഈ പൈതൽ നാട്ടിലാണ് ഞാൻ ദൈവസ്ഥനിൽ ഇരുന്നത്, അതാണ് എന്റെ മറുപടി, അത് ഞാൻ ദേവാലയത്തിലേക്ക് തരുന്നു, ദൈവത്തിന് വേണ്ടി ത്യാഗം കഴിപ്പിക്കുന്നു, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അനേക പ്രാവശ്യം നമുക്ക് ദൈവത്തിന്റെ സ്ഥലത്ത് നിന്ന് മറുപടി ലഭിച്ചിട്ട് നമുക്ക് ദേവാലയത്തേക്ക് കടന്നു ചെന്ന് നമ്മുടെ ആദരം തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഒരു സാക്ഷി പറയാൻ കഴിയുന്നുണ്ടോ? പല വിടുതൽ നമുക്ക് ലഭിച്ചിട്ടും വീണ്ടും നമ്മൾ ഒരു വിഷയം വരുമ്പോൾ പെറുപുറത്തുകൊണ്ട് ദൈവത്തിലായിരിക്കുന്നു. ദൈവം നമ്മെ ഹല്ലേലൂയ സ്തോത്രം മണ്ണുകളെന്ന ദൈവമല്ല, തന്റെ സൃഷ്ടി ആദരിക്കുന്ന ദൈവമാണ്. എന്നാൽ ഹല്ലേലൂയ എത്രയോ പ്രാവശ്യം ആമയെ വിടുതൽ ലഭിച്ചിട്ടും ദൈവസ്ഥനിൽ ചെന്ന് ആമയെ സ്തോത്രം ആഴമായിട്ട് അമ്മ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, അല്ലെ ആഴമായിട്ടൊന്ന് കരയുവാൻ, ദൈവസ്ഥനിൽ മഹത്വം കൊടുക്കുവാൻ കരയാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവൻ ഈ വചനം ഓടി വന്നത് ഹല്ലേലൂയ നമ്മെ ഒന്നുകൂടെ ഓർമ്മിച്ചുണർത്തുകയാണ്. ഒരു സാക്ഷ്യത്തെ ഉളവാക്കുക തന്നെയല്ല, നമ്മൾ ദൈവസ്ഥനിൽ കരയേണ്ട പ്രകാരം നാം കരഞ്ഞാൽ, ആമയെ കാണേണ്ട പ്രകാരം കണ്ടാൽ അവിടെ വിടുതലാണ്. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം സ്തോത്രം. അവിടെ അവൾ പ്രശംസിച്ച എന്താണ്? എന്റെ ഹല്ലേലൂയ കർത്താവേ, നീ എനിക്ക് തന്ന ആമേൻ ഈ തലമുറയെ ഞാൻ നിന്നോട് നേർച്ച നടന്ന ഈ തലമുറയെ ഞാൻ നിന്റെ രാജ്യത്തിന് നിന്റെ നാമത്തിന് മഹത്വത്തിനായി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവൾ ആമേൻ തന്റെ തലമുറയെ സമർപ്പിക്കുമ്പോൾ ദൈവം അവനെ ആമേൻ ദാൻ മുതൽ ബർശവ വരെ ദൈവത്തിന് തികയുന്ന ഒരു പ്രവാചകനായ, ഒരു അപ്പോസ്തലനായ, ആമേൻ ഒരു ന്യായാധിപനായ, ഹല്ലേലൂയ ആമേൻ എല്ലാം ശമൂവേൽ ഒരു രാജ്യാധിപനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. എല്ലാം നമുക്ക് അറിയുവാൻ കഴിയും. ആമേൻ സ്തോത്രം. അങ്ങനെ അധികാരങ്ങൾ, സൈന്യാധിപനായിരുന്നു, ഒരു അധികാരമുള്ള ഒരു പൈതലായ ദാൻ മുതൽ ബർശവ വരെ അവന് കാലത്തിന്റെ പ്രവാചകനെ ഓടുവാൻ ദൈവം തന്റെ തലമുറയെ കൊടുത്ത് ആമേൻ നിയോഗിച്ചെങ്കിൽ അതിന്റെ മുന്നിൽ കരഞ്ഞ ഒരു മാതാവുണ്ട്, അതിന്റെ പിന്നിൽ ഹല്ലേലൂയ ദൈവത്തോട് പറ്റിയിരുന്ന ഒരു മാതാവുണ്ട്, അതിന്റെ പിന്നിൽ സമർപ്പണമുള്ള ഒരു മാതാവുണ്ട്. ആമേൻ മോശയ്ക്ക് വേണ്ടി ഒരു അബിഗയിൽ ഇരുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം പന്നായ ആമേൻ ദൈവത്തോട് പ്രാപിച്ചത് അവൾ ഏറ്റെടുത്ത് ഹല്ലേലൂയ അതിന്റെ മറുപടിയുമായി അവൾ ദേവാലയത്തേക്ക് ചെല്ലുന്നു. ഇന്ന് നമ്മുടെ തലമുറകളെ നാം ഹല്ലേലൂയ ഞാൻ ഉൾപ്പെടെ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ഒരു എഡ്യൂക്കേഷൻ ലഭിപ്പാൻ അന്യദേശത്തേക്ക് വിടുവാൻ വേണ്ടി നാം ബന്ധപ്പെടുകയാണ്. എങ്ങനെയാണ് അവർക്ക് ആമീൻ ഹല്ലേലൂയ ആമീൻ എത്തേണ്ട സ്ഥാനത്ത് അവർ എത്തിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവർ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടത്, നമ്മൾ വ്യാകുലപ്പെട്ട് കിടന്നു പോകുന്നു. എന്നാൽ ആമേ അങ്ങനെ നാം ബന്ധപ്പെടുമ്പോഴും ആമേ ഒരു ശബ്ദം പിൻപിൽ നിന്ന് കേൾക്കുന്നു, ഞാൻ ആരെ അയക്കുണ്ട്, ആരെനിക്ക് വേണ്ടി കടന്നു പോകും. ആമീൻ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. എന്നാൽ കൊയ്ത്തിന്റെ നായകൻ നോക്കുമ്പോൾ വേലക്കാരാരുമില്ല. ഈ യൗവന പ്രായത്തിൽ അനേകർ ഇടറി വീഴുന്നു, അനേകർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു, ശത്രുവാകുന്ന അനേകർ തകർത്തുകൊണ്ടിരിക്കുന്നു. നാം ഇന്ന് മിണ്ടാതിരുന്നാൽ നമ്മുടെ തലമുറകൾ കൈവിട്ടു പോകും. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ സൃഷ്ടി അറിയുന്ന കർത്താവ് ആമീൻ അന്നുള്ള ആഹാരത്തിന് അതോ ദൃഷ്ടി തരുന്ന ദൈവം ആമേ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. എന്നാൽ നമ്മുടെ തീരുമാനങ്ങളെ പുതുക്കണം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവവചനം അനുസരിപ്പാൻ നമുക്ക് വിശാലത ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോട് കർത്താവിന്റെ വചനം പ്രഘോഷിപ്പാൻ നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ ഏലിയുടെ കാലത്ത് ദുഷ്കാലമായിരുന്നു. ദൈവവചനം ദുർബലമായിരുന്നു. അതനുസരിപ്പാൻ കഴിയാത്തൊരു തലമുറകൾ ഏലിയുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഹല്ലേലൂയ അതിനു വേണ്ടി പകരമായി ഒരു കന്യ ദൈവസ്ഥൽ ഞെരുങ്ങി ദൈവത്തോട് തന്നെ സങ്കടം ബോധിപ്പിച്ച് അവളെ നേർച്ച നടന്നപ്പോൾ ഒരു ശമൂവേലിനെ ദൈവം ഉണർത്തിയെങ്കിൽ അനേക തലമുറകൾ വീണുകൊണ്ടിരിക്കുമ്പോൾ എന്റെ നിങ്ങളുടെ തലമുറകൾ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം ഒരു പണിക മാത്രമല്ല അനിത്യതയിൽ അവർ ചെന്നെത്തുക തന്നെ ചെയ്യും. നമുക്ക് പറയാം, എന്റെ കർത്താവ് എന്നെ സഹായിക്കും, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകില്ല. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ പ്രവൃത്തി എന്ന് ഘോഷിപ്പാന്റെ ഗുണം ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നെങ്കിൽ നാം മിണ്ടാതിരിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമുക്കറിയാം എസ്തറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, എസ്തർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ഹാമാൻ മൊർദെഖായിക്ക് വിരോധമായി എഴുന്നേറ്റുകൊണ്ട് യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി രാജാവിന്റെ കീഴിൽ ഒരു രേഖ എഴുതി പത്രവുമായി അവൻ നിൽക്കുമ്പോൾ ഇത് അറിഞ്ഞ ഹല്ലേലൂയ മൊർദെഖായി രട്ടുടുത്ത് ഉപവസത്തോടും പ്രാർത്ഥനയോടും ദൈവസ്ഥലിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ ഒരു പകർപ്പ് എലിസബത്തിന് ഒരു സ്തോത്രം എസ്തറിന് കൊടുത്തേക്കാണ്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷ്യം വരും. എന്നാൽ നീയും നിന്റെ കുലവും നഷ്ടപ്പെട്ടു പോകും, ദൈവസ്ഥലിൽ കൈവിട്ടു പോകും. അങ്ങനെയെങ്കിൽ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം മിണ്ടാതിരുന്നാൽ നമ്മെക്കാൾ കൂടുതൽ ഹല്ലേലൂയ മൂഢജാതിയെ കൊണ്ട് കർത്താവ് എരിവരുത്തും. എന്നാൽ നാം നമ്മുടെ കൊല്ലവും നഷ്ടപ്പെട്ടു പോകാതെ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി പണിയപ്പെടുവാൻ നമ്മെ ഒരുക്കുവാൻ ഹല്ലേലൂയ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൃപാവരങ്ങളായിരിക്കും. എന്നാൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് കർത്താവിന്റെ കോളിംഗ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ തന്നെ ദൈവപാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഹാമാന്റെ കഴുകുമരം പോലെ നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ നാം ആളുകൾ ഉപവസത്തോടും പ്രാർത്ഥനയോടും ദിവസം ഇരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ഹല്ലേലൂയ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിലും ഹല്ലേലൂയ മൊർദെഖായിയുടെ
അവസ്ഥ കേട്ടുകൊണ്ട് രാജസ്ഥാനത്തേക്ക് ചെല്ലുന്നു. രാജാവിന്റെ വസ്ത്രത്തിന് അല്ല പിന്നെ ചെങ്കോലിന്റെ അസ്ത്രം അവൾക്ക് തൊടുവാൻ ഒരു അധികാരം അവൾക്ക് ലഭിക്കുന്നു. എന്തുകൊണ്ടാണ്? അവൾ ഒരുക്കപ്പെട്ടു, ക്രമീകരണം പ്രാപിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് അവൾ എഫേർട്ട് എടുക്കുന്നത്. ആമീൻ ഹല്ലേലൂയ. ഞാൻ നശിക്കട്ടെ, എന്റെ കുലത്തിന് വേണ്ടിയാണല്ലോ. രാജാവിന്റെ പിന്നെ സന്നിധിയിലേക്ക് അവൾ ചെല്ലുമ്പോൾ ചെങ്കോലിന്റെ വസ്ത്രം രാജാവ് അവൾക്ക് വേണ്ടി നീട്ടുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ പോയതുപോലെ മടങ്ങി വരും. അവൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് സ്തോത്രം സ്തോത്രം. ഉൽപ്പത്തി സ്തോത്രം. അല്പസ്ത പ്രവർത്തികൾ 1-ാം അധ്യായത്തിൽ യേശു ഹല്ലേലൂയ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവിടെ തന്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ ഏകരായിരിക്കുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൂതൻ അവർക്ക് പ്രത്യക്ഷമായിട്ട് പറയുകയാണ്, ലീലാ പുരുഷന്മാരെ, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വീണ്ടും മടങ്ങി വരും. എന്നാൽ എന്റെ പിതാവിന്റെ വാക്യത്തിലാണ് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരൂശലേമിലും ശമര്യയിലും മാത്രമല്ല ഭൂമിയറ്റത്തോളം എന്റെ സാക്ഷികളാകുവേ. അവനോ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. അതേ വാക്യം തന്നെയാണ് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും വരും. കർത്താവിന്റെ വാഗ്ദത്തം നമുക്ക് തന്നിട്ടാണ് പോകുന്നത്. ഇതുപോലെ നമ്മെ ചേർത്ത് നിർത്തുന്ന, ഇതുപോലെ നമ്മെ പണിയുന്ന, ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന, ഇതുപോലെ നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ലോകത്തിൽ എവിടെയുണ്ട്? ഹല്ലേലൂയ ഭൂലോകത്തിൽ എവിടെയുണ്ട്? എന്റെ കർത്താവ് മാത്രമാണ് നമ്മെ ചേർത്ത് നിർത്തുന്നത്. സാഹചര്യം കൊണ്ട് മനുഷ്യൻ നമ്മെ ഉമണ്ടുകളയും, സാഹചര്യം കൊണ്ട് മനുഷ്യൻ നമ്മെ മാറ്റി നിർത്തും, സാഹചര്യം കൊണ്ട് മനുഷ്യൻ നമ്മെ സ്നേഹിക്കും. അത് അല്പ നിമിഷത്തിന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലെ പ്രഭുക്കന്മാരിൽ നാം ആശ്രയിച്ചാൽ നമ്മൾ ലജ്ജിച്ചു പോകും. എന്നാൽ എന്റെ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ലെന്നും നീ അറിയും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. യൗവനക്കാരുടെ റിപ്പോർട്ട് ബാലന്മാർ ക്ഷയിച്ചു പോകട്ടെ. യഹോവയെ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതൽ ശക്തിയെ പുതുക്കി അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവരെ തകർക്കുവാൻ ഒരു കാലത്തും പറ്റത്തില്ല. അതിന്റെ ഹല്ലേലൂയ ഉദാഹരണമാണ് സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യന് ഭാഗ്യവാൻ. അവൻ ആറ്റിരിക്കത്തും നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല്ല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ജീവിത സാഹചര്യത്തിൽ ഉഷ്ണം വരട്ടെ, കാറ്റ് വരട്ടെ, പ്രതികൂലം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, രോഗം വരട്ടെ, മനത്തിന്റെ കുരുളിലൂടെ താഴ്വിലൂടെ കടന്നു പോകട്ടെ, ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ അവന്റെ വേര് നഷ്ടപ്പെട്ടു പോകത്തില്ല. അവൻ ആഴമായി നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അവൻ നിറയും. ദൈവം അവനെ കരങ്ങൾ താങ്ങിയത് കൊണ്ട് ഉഷ്ണം തട്ടട്ടെ. ലോകപരമായ ജീവിതയാത്രയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉഷ്ണം തട്ടട്ടെ എന്ന് വെച്ചാൽ പ്രതികൂലങ്ങൾ ഏറട്ടെ, രോഗം വരട്ടെ, ഭാരം വരട്ടെ, അവന്റെ ഹാലിൽ വേരെവിടെയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ മറിഞ്ഞിരിക്കണം. ദൈവമായിട്ടൊരു എൻകൗണ്ടർ സ്ഥാപിച്ചത് കൊണ്ട് ദൈവം അവനെ ഹല്ലേലൂയ വലയം ചെയ്തിരിക്കുന്നു. അവന്റെ കർത്താവിന്റെ ദയ അവനെ ചുറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ നഷ്ടപ്പെട്ടു പോകത്തില്ല, അവൻ ശോഷിച്ചു പോകത്തില്ല, അവൻ തളർന്നു പോകത്തില്ല. രോഗാവസ്ഥയിൽ അവൻ ക്ഷീണിച്ചു പോകാതെ യൗവനക്കാരെ പോലെ, കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും. യൗവനക്കാർ തളർന്നു പോകുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. നമുക്കറിയാം, ഒരു കഴുകൻ ഹല്ലേലൂയ ചിറകടിച്ചു ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. പ്രതികൂലത്തെ അതിജീവിപ്പാൻ ഹല്ലേലൂയ അതിനുള്ള ശക്തി അവൻ ധരിച്ചുകൊണ്ട് അവൻ പറന്നുയരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ ഹല്ലേലൂയ ശത്രുവാകും തകർക്കുന്ന പ്രതികൂലത്തിൽ നാം തകർന്നു പോകാതെ, നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഹല്ലേലൂയ വൈരിയുടെ മുമ്പിൽ നാം തകർന്നു പോകാതെ, നമ്മെ തകർക്കുവാൻ ശത്രുവാകുന്ന പദ്ധതികളുമായി എഴുന്നേൽക്കുമ്പോൾ, ജീവിതങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ തളർന്നു പോകാതെ ശക്തി പ്രാപിക്കേണ്ടതിന് നമ്മെ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രാണപ്രിയൻ പറയുകയാണ്, ഞാൻ പോയതുപോലെ വീണ്ടും വരും, ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എപ്പോഴും ആ ശബ്ദം നമ്മുടെ കാതുകൾ മുഴങ്ങട്ടെ. എന്റെ പ്രാണപ്രിയൻ വരും, പോയതുപോലെ വീണ്ടും വരും. ഞാൻ ഹല്ലേലൂയ ജീവിത വിശുദ്ധി തികച്ചില്ലെങ്കിൽ ഞാൻ കൈവിട്ടു പോകും, ഞാൻ ലജ്ജിച്ചു പോകും, ഞാൻ ഹല്ലേലൂയ നിത്യദണ്ഡത്തിൽ വീഴും. കെടാത്ത തീയും ചാകാത്ത പുഴുവും ഹല്ലേലൂയ നിത്യദണ്ഡകത്തിലേക്ക് വീഴുന്ന ധനവാന്റെ അവസ്ഥ നാം ഒന്ന് ഓർത്തു നോക്കൂ. എന്നാൽ ആബ്രഹാമിന്റെ മടിയിലേക്ക് ലാസർ അവിടെ സന്തോഷത്തോടെ കഴിയുമ്പോൾ അവന് ഹല്ലേലൂയ നരകത്തിൽ കിടന്നുകൊണ്ട് ഒരു സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. എന്റെ വീട്ടിൽ 5 സഹോദരന്മാരുണ്ട്, അവരെ ലാസറിനെ അങ്ങോട്ട് അയക്കണമെന്ന് നമുക്കറിയാമല്ലോ ആ വചനങ്ങളൊക്കെ. അതുകൊണ്ട്
ഭവനത്തിന്റെ വാതിലും കൊണ്ട് ഞാൻ അത് പറയാൻ പോവുകയാണ്. അവിടെ കിടന്നപ്പോഴാണ് അവന് ഹല്ലേലൂയ അവൻ അനുഭവിക്കുന്ന യാതന കണ്ടപ്പോഴാണ് അവൻ ഭൂമിയിൽ ജീവിച്ചതിന്റെ നഷ്ടം അവന് മനസ്സിലായത്. ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ യഥേഷ്ടമായ ദൈവവചനം കേൾക്കുവാൻ അവസരമുണ്ടായിട്ടും ദിവ്യകൽപ്പനകളെ ഹല്ലേലൂയ പ്രാപിപ്പാൻ അവസരമുണ്ടായിട്ടും ഈ ലോകപരമായി അവൻ ഓടി സമ്പത്തിൽ സമ്പത്തിൽ അവനുണ്ടായിരുന്നു. അവനെ മരിച്ച അടക്കമല്ല, അവനൊരു ആർഭാടമായിട്ടൊരു അടക്കം അവന് ലഭിച്ചു. ഈ ലോകത്തിലേക്ക് അവൻ ഓടി. എന്നാൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അവന് ലഭിച്ചില്ല. അവൻ ദൈവവിഷയമായ സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിന്റെ ഹല്ലേലൂയ അവസ്ഥ ഇതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ധനവാൻ. അവിടെ കിടന്നുകൊണ്ട് അവൻ പറയുകയാണ്, ലാസറിന്റെ വിരലിന്റെ അറ്റം ഇങ്ങോട്ട് മുക്കണം. അത് മാത്രമല്ല, ഈ എന്റെ സഹോദരങ്ങൾ ഭൂമിയിൽ ഉണ്ട്, അവരാരും ഈ യാതന സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ അബ്രഹാം പിതാവേ ലാസറിനെ അങ്ങോട്ട് എന്ന് ലാസർ സുവിശേഷം പറയുമ്പോൾ ലാസർ മരിച്ചവനാവൾ ഉയർത്തെന്നേറ്റ് സ്വർഗത്തിന്റെ അവസ്ഥ അല്ലെ നരകത്തിന്റെ അവസ്ഥ ഒന്ന് വിവരിച്ചു കൊടുക്കട്ടെ. അപ്പോൾ പറയുകയാണ് അവിടെ പ്രവാചകന്മാർ സുവിശേഷക്കാർ ഉപദേഷ്ടന്മാരൊക്കെ ഉണ്ട്, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അവർക്കുള്ളത് അവർ പ്രാപിക്കട്ടെ. എന്നാൽ ഇവിടുന്ന് ഒരു വ്യവസ്ഥയില്ല. കർത്താവിന്റെ സ്ഥലത്തിലെ വ്യവസ്ഥ എന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവും ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ആശയും ഇച്ഛയും എന്താണ്? അത് ലഭിപ്പാൻ തക്കണം നാം കാത്തിരിക്കുകയാണ്. ഓടുന്നവൻ അനേകർ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുവനെ ഇത് പ്രാപിക്കും. നമ്മുടെ ആശയം എന്താണ്? ഈ ലോകം നേടുവാനാണോ? ഈ ലോകത്തിൽ പ്രശംസയെ പ്രാപിക്കുവാനാണോ? ഈ ലോകത്തിൽ ഒരു സ്ഥാനമാനം ലഭിക്കുവാനോ? അല്ല പ്രിയരെ, അല്ല. നാം നിത്യതയിൽ കാണപ്പെടണം. എന്റെ പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി നാം ഒരുക്കപ്പെടണം. ആമേൻ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുക്കപ്പെടുവാൻ നമ്മെ തന്നെ ദൈവത്തിന്റെ പാദപീഠങ്ങൾ സമർപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എന്റെ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല. ഹല്ലേലൂയ. ആബ്രഹാമിന് പറയാൻ പറ്റും, എന്റെ കർത്താവ് എന്നെ സഹായിക്കും. തന്റെ ഏകജാതന മകനെ ഹല്ലേലൂയ യാഗം കഴിപ്പാൻ വേണ്ടി കർത്താവ് ചോദിച്ചപ്പോൾ ഒരു പരീക്ഷണം കൂടെ, ഒരു വിശ്വാസത്തിന്റെ ചോദന കൂടി അവന് കൊടുത്തു. ദൈവം അവനെ പരീക്ഷിച്ചപ്പോൾ അത് ഫുൾഫിൽ ചെയ്ത് പൂർണ്ണതയെ കണ്ടപ്പോൾ ഉടനെ അവൻ പറയുകയാണ്, അവൻ യാഗപീഠം ഒരുക്കി. വിറകുണ്ട്, കത്തിയുണ്ട്. യാഗവസ്തു എവിടെയെന്ന് തന്റെ മകൻ തന്നോട് ചോദിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അബ്രഹാമേ, നീ പുറത്തു വാ, നിന്നെ ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തരത്തിലെ മഴത്തിലെ പോലെ ഞാൻ നിനക്ക് സന്താനത്തിൽ തരും, ഞാൻ അതിനെ വർദ്ധിപ്പിക്കും, ഈ ദേശമൊക്കെ നിനക്ക് അവകാശമായി തരുന്നു എന്നുള്ള വാഗ്ദത്തം അവന്റെ ചെവിയിൽ മുഴങ്ങി. എന്നാൽ അവൻ ഇസ്ഹാക്ക് പറയുമ്പോൾ, മകനെ യഹോവ കരുതിക്കൊള്ളുമെന്ന് അവൻ ആ പ്രത്യാശ മകന് കൊടുക്കുന്ന അടുത്ത സ്റ്റെപ്പ് അവൻ ആ ക്രമീകരണ യാഗപീഠം വിറകൊഴുക്കി എല്ലാം ക്രമീകരിച്ചിട്ട് തന്റെ മകനെ യാഗപീഠത്തിൽ കിടത്തിയിട്ട് കത്തി ഊങ്ങാൻ ഒരുങ്ങുമ്പോൾ അബ്രഹാമേ എന്ന് വിളിക്കുന്ന ആ ദൈവശബ്ദം അവൻ കേൾക്കുന്നു. എന്തുകൊണ്ടാണ്? അനുസരിപ്പാൻ ഒരുക്കമായിട്ട് വ്യവസ്ഥ പ്രകാരം കടന്നു വന്നതുകൊണ്ട്. ദൈവം പറഞ്ഞ വാക്ക് അപ്രകാരം അനുസരിപ്പാൻ എന്ന് പകൽക്കാലം ആര് തീരുമാനിക്കുന്നു? നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് നിങ്ങളെ ആ വിഷയത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്ന അറിഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയങ്ങളെ ദൈവകരങ്ങൾ കൊടുക്കാൻ അടുത്ത നിമിഷം അബ്രഹാമിനോട് പറയാണ്, നീ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കാത്തത് കൊണ്ട് എന്നിലുള്ള വിശ്വാസം, നീ എന്നെ സ്നേഹിക്കുന്നു ഞാൻ അറിയുന്നു, നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, എന്റെ വിശ്വാസം വലുതാണ്, അതുകൊണ്ട് നീ പിന്നിലേക്കൊന്ന് നോക്ക്, പിന്നാമ്പുറത്തേക്ക്. അവിടെ കുറ്റിക്കാട്ട് നിനക്ക് വേണ്ടി ഒരു യാഗവസ്തുവിനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. റിബൽ പ്രൗഢാലഭാര ബബ ശുഗാരധന ബബ ചുടാരധന ബബ റീബൽ പ്രൗഢാലഭാര ബബ. കർത്താവിന്റെ നാമത്തിൽ ജയമാമേ. ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം എന്ന് യാഗവസ്തുവായി കർത്താവ് നമുക്ക് വേണ്ടി കാൽവല്ലിൽ ഹല്ലേലൂയ യാഗമായി തീർന്നു. ആ കർത്താവിന്റെ സ്നേഹം എന്നെ മാടി വിളിക്കുന്നു. എത്ര പേർക്ക് മടങ്ങി വരുവാൻ ഒരുക്കമാണ്. എന്റെ കർത്താവ് പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളുടെ വാർദ്ധക്യം നിലവിലുള്ള കാലത്ത് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. നീ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3 കാണുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കും, ഒരിക്കലും ഓർന്നു പോകാത്ത, ഒരിക്കലും അസ്തമിക്കാത്ത, ആർക്കും തകർത്ത് കളയാൻ വയ്യാത്ത നിത്യസ്നേഹം കാൽവരിൽ നിനക്കും എനിക്കും വേണ്ടി പൂർണ്ണമായി യാഗമാറ്റുന്ന കർത്താവിന്റെ സ്നേഹം പറയുകയാണ്, ഞാൻ നിത്യസ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ദയ നിനക്ക് ദീർഘമാഗ്രഹിക്കണം, നീ എങ്കിലേക്ക് മടങ്ങി. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 3:33 പറയുന്നു, എന്നെ ഒന്ന് വിളിച്ചപേക്ഷിക്കാം. നീ അറിയാത്ത മഹോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കാം. നീ എന്നെ വിളിക്കുക, നീ എന്നെ അപേക്ഷിക്കുക, നീ എന്റെ അടുത്തേക്ക് ഓടിവാ. നിന്നോടുള്ള ആലോചന ഞാൻ അരുളി ചെയ്യാം, നിന്നോടുള്ള വാർത്തകൾ ഞാൻ നിവർത്തിക്കാം, നിന്റെ വിഷയങ്ങളുടെ മേലെ ഞാൻ ക്രമീകരണം ചെയ്യാം, നിന്റെ വിഷയത്തിൽ ഞാൻ വിടുതൽ തരാം. എന്നാൽ നീ എന്നെ ഏറ്റെടുക്കുക, നീ എന്നെ ഹല്ലേലൂയ
അബ്രഹാമിനെ പോലെ അമ്മേനെ ഹല്ലേലൂയ അവസാന നിമിഷം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം നാം കടന്നു വരുവാൻ ഒരുക്കമാണെങ്കിൽ അമ്മയെ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളുടെ മേൽ വിടുതൽ പ്രാപിപ്പാൻ ദൈവം ശക്തനാണ്. ദൈവം പാലൊരു പകരുക തന്നെ ചെയ്യും. അവിടെ പറയുകയാണ്, ദൈവമായ കർത്താവ് എന്നെ സഹായിക്കും, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകില്ല. അബ്രഹാമിന് അത് ഉദാഹരണമാണ്. അബ്രഹാമിന് ദൈവമായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുന്നില്ല. എന്റെ മകനെ യാഗം കഴിപ്പാൻ പറഞ്ഞ അത് ഞാൻ അനുസരിക്കുന്നു, ഞാൻ അത് ഒബേ ചെയ്യുന്നു, ഞാൻ അനുസരിക്കുന്നു. അവൻ സമ്പൂർണ്ണമായി യാഗം കഴിക്കുന്നു. ഹല്ലേലൂയ. യോവേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 2-ാം അധ്യായം, നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി ഉപവസത്തോടും പ്രാർത്ഥനയോടും കണ്ണീരോടും വിലാപത്തോടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ. സിയോനിൽ ഒരു കാഹളം മുഴക്കുവീൻ. അയ്യം, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. എന്റെ നാൾ അടുത്ത് വന്നിരിക്കുന്നു. കർത്താവിന്റെ നാൾ അടുത്ത് വന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. കർത്താവിന്റെ വരവേറ്റം ആസന്നമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു സമർപ്പണം, ഒരു ഹല്ലേലൂയ, ഒരു മടങ്ങി വരുക. അമേൻ, ഹല്ലേലൂയ, ഒരു വിശുദ്ധി, അമേൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അനുസരിച്ച് പുറപ്പെടുവാൻ ഒരു ഒരുക്കം. ഹല്ലേലൂയ. ദിവസങ്ങൾ ഹല്ലേലൂയ ഏത് സാഹചര്യമായിരിക്കട്ടെ, നിർജ്ജീവമായിരിക്കട്ടെ, പ്രവർത്തിക്കുമ്പോൾ വെടിവെപ്പാൻ കഴിവുള്ള ദൈവം. എന്റെ നിങ്ങളുടെ വിഷയം എന്തുമായിക്കോട്ടെ, വിഷയങ്ങളെ ഫോക്കസ് ചെയ്യാതെ ദൈവത്തെ ഫോക്കസ് ചെയ്ത ദൈവമായിട്ടൊരു എൻകൗണ്ടർ സ്ഥാപിച്ചാൽ അമേൻ അവിടെ ഇറങ്ങി വന്നു യാഗപീഠത്തിന്മേൽ തീ ഇറങ്ങിയതുപോലെ അബ്രഹാം നിസ്സലത്തോടെ യാഗപീഠം പണിത് ഇസാക്കിന് വേണ്ടി കരുതിയതുപോലെ പിന്നാമ്പുറത്തേക്ക് ഒരു ആട്ടുകൊട്ടിനെ ഒരുക്കി തന്റെ ഹല്ലേലൂയ യാഗം ഫുൾഫിൽ ചെയ്യുവാൻ അബ്രഹാമിനെ ദൈവം സഹായിച്ചപ്പോഴാണ് അബ്രഹാം പറഞ്ഞത്, യഹോവേ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകില്ല. നമ്മുടെ കർത്താവ് നമ്മെ സഹായിച്ചു. ഈ രക്ഷ നമുക്ക് ലഭിച്ചു. അമ്മൻ ചേറ്റിലും അമ്മ പാപത്തിനും കിടക്കുന്ന നമ്മെ വീണ്ടെടുത്തു. പിതാവ് ദൈവത്തിന് നമ്മെ മനസ്സിലവ് തോന്നി പുത്രനെ നമുക്ക് യാഗമായി തീർന്നു. കാൽവരി കുഞ്ഞാട് അറുക്കപ്പെട്ടു. കർത്താവെ നീ എനിക്ക് വേണ്ടി ഹല്ലേലൂയ യാഗമായി തീർന്നു. ആമേൻ. ആ കർത്താവിന്റെ ഹല്ലേലൂയ കാൽവരി ക്രൂശിന്റെ വിലയാണ് എന്റെ നിങ്ങളുടെ രക്ഷ, എന്റെ നിങ്ങളുടെ വീണ്ടെടുപ്പ്, എന്റെ നിങ്ങളുടെ സൗഖ്യം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ പോയതുപോലെ മടങ്ങി വരും. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അല്പായുസ്സിൽ നാം ജീവിക്കുമ്പോൾ അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അറിയില്ല. ഇന്നെന്ന പോലെ ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നത് ഞാൻ അതിലാക്കും. ഹല്ലേലൂയ. മാറാനാളെ നമ്മുടെ കർത്താവ് വരാറായി. എന്റെ പ്രാണപ്രിയന്റെ വരവിനായിട്ട് നമുക്കൊരുങ്ങാം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവായ ദൈവം എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ വിശ്വാസമുണ്ട്. എന്റെ ദൈവം എന്റെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കും. എത്രയോ നാൾ എന്നെ വിടുവിച്ചു, എത്രയോ പ്രതിസന്ധികൾ എന്നെ കൈവിടാതെ കാത്തു. ഇനിയും എന്റെ വിഷയത്തിന്മേൽ ഹല്ലേലൂയ അവൻ നിർജീവമായിരിക്കുന്ന വിഷയമായിക്കോട്ടെ, അവന് അസാധ്യമായ വിഷയമായിക്കോട്ടെ, യോബിനെ പോലെ യഹോവേ അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല, അങ്ങേക്ക് സകലം കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ കഷ്ടതയുടെ നടുവിലും ശോധനയുടെ നടുവിലും മരണത്തിന്റെ ഗുരുത്താഴിൽ മാത്രമല്ല എരിയുന്ന തീച്ചുള്ളിൽ നിന്ന് ശത്രുക്വേശാവിനോ വിടുവിച്ച ദൈവം, സിംഹക്കുട്ടിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ച ദൈവം, കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ വിടുവിച്ച ദൈവം, അവൻ കാരാഗ്രഹത്തിലും പോത്തിപ്പിലും അരമനയിലും കുണ്ട്രയിലും ഒക്കെ ഹല്ലേലൂയ അവൻ യോസഫ് കടന്നു പോയപ്പോൾ അവൻ യോസഫിന് മുമ്പേ ദൈവ സാന്നിധ്യം ചലിച്ചത് കൊണ്ടാണ്, ദൈവമായിട്ട് എൻകൗണ്ടർ സ്ഥാപിച്ചത് കൊണ്ടാണ് അവനെ രാജ്യപദവി മന്ത്രി പദവിയിലേക്ക് എത്തിച്ചത്. അങ്ങനെയെങ്കിൽ എന്നെ നിങ്ങളെ തലയുയർത്തി നമ്മെ നിന്ദിക്കുന്ന ശത്രു മുമ്പിൽ ജയാളെ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് പറയണം, എന്റെ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അവിടുത്തെ മുഖം എന്റെ ഹല്ലേലൂയ മുഖം തിരിക്കല്ല് പോലെ ആക്കി തീർന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകാൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിന്റെ ദൃഢനിശ്ചയം ഇതായിരിക്കണം, യഹോവയെ കർത്താവ് എന്നെ സഹായിക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ധൈര്യത്തോട് പറയുവാൻ പറ്റും, എന്റെ വിഷയത്തിന്മേൽ എന്റെ ദൈവം എന്നെ സഹായിക്കും. ഞാൻ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലേക്കല്ല. അവൻ ഹല്ലേലൂയ, എന്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, എന്റെ ദൈവം ജീവിക്കുന്നു, അവന് പ്രവർത്തിപ്പാൻ കഴിയും. ഏത് നിർജ്ജീവമായ പ്രവൃത്തിയാണേലും എന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ. മാറാനാ നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ പ്രാണപ്രിയന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഇത്രയും സമയം ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ വചനം പറയാൻ അവസരം നിന്ന കർത്തദാസ്യം എന്നെ കേട്ടിരുന്ന എല്ലാ ദൈവമക്കളോടും ആമേൻ ഹല്ലേലൂയ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. മാറാനാ നമ്മുടെ കർത്താവ് വരായി. നമ്മുടെ പ്രാണപ്രിയന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങണം. മുന്നിലുള്ള ലക്ഷ്യം അത് തന്നെ ആയിരിക്കണം. കൈവിട്ടു പോകാതെ നെത്യത്തിൽ കാണപ്പെടുവാൻ, നെത്യത്തിക്ക് വേണ്ടി പണിയപ്പെടുവാൻ ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുമ്പോൾ ആ പ്രിയന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുറുവാക്യം എന്താണ്? യഹോവയെ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകത്തില്ല. എന്റെ മുഖം അവൻ തിരിക്കല്ല് പോലെ ശോഭിപ്പിക്കും, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. നമ്മൾ പ്രതികരിക്കുന്ന നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഏത് വിഷയത്തിന്മേലും യഹോവ എന്നെ സഹായിക്കും, യഹോവ എന്നോട് കൂടെ നടക്കും, അവിടെ തന്നെ പണിയും, അവിടെ തന്നെ വിടുവിക്കും, അവിടുത്തെ കരം എന്നോട് കൂടെ ഇരിക്കും. പിന്നെ ഈ പ്രത്യാശ നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ സ്നേഹത്തിൽ നിറയുവാൻ ഇത്രത്തോളം സമയം നമുക്ക് ദിവസത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ തിരുവചനങ്ങൾ അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. സ്തോത്രം.